ക്രിക്കറ്റ് ബാറ്റിന്റെ പിടി ജീവിതത്തിന്റെ പിടിവള്ളിയായ ഒരാളെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പേര് അനുരാഗ്. തൃശ്ശൂരിലെ വിയൂരിലാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മാണത്തിൽ അനുരാഗിന്റെ കരവിരുത് ഇന്ന് കടൽ കടന്ന പെരുമയായി മാറി. മരപ്പലക കൊണ്ടും ഓലമടൽ കൊണ്ടും ബാറ്റുണ്ടാക്കി സച്ചിൻ ടെണ്ടുൽക്കറെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നടന്ന കൗമാരം. അക്കാലത്താണ് അനുരാഗിന്റെ സുഹൃത്ത് ഒരു ക്രിക്കറ്റ് ബാറ്റ് സമ്മാനിച്ചത്. ആ ബാറ്റിന്റെ പിടി കേടുവന്നപ്പോൾ സ്വയം നന്നാക്കാമെന്ന ചിന്ത ഒരു സംരംഭത്തിന്റെ വിത്തായിരുന്നു. ആദ്യ ശ്രമം വിജയിച്ചതിന്റെ ആത്മവിശ്വാസമായിരുന്നു മൂലധനം. തുടക്കത്തിൽ സാധാരണ ബാറ്റുകൾ ആവശ്യത്തിനനുസരിച്ച് രൂപമാറ്റം വരുത്തി. പിന്നീട് നിർമ്മാണം തുടങ്ങി. കോവിഡ് കാലത്ത് ജീവിതത്തിന്റെ ക്രീസിൽ ഓടിക്കയറാൻ ബുദ്ധിമുട്ടിയപ്പോഴും ബാറ്റ് നിർമ്മാണം തേടംപേരെ പോലെ നോട്ടൌട്ട് വിളിച്ചു. AS സ്പോർട്സ് എന്ന പേരിൽ ക്രിക്കറ്റ് ബാറ്റ് ബ്രാൻഡ് പിറന്നു. എനിക്കൊരു ബാറ്റ് ഉണ്ടായിരുന്നു, ഒരു ചേട്ടൻ ഗിഫ്റ്റ് തന്നാണ്. ആ ബാറ്റിൻ്റെ ഹാൻഡിൽ ഒടിഞ്ഞിട്ട് ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം ഞാൻ മാറ്റിയിരുന്നു ഹാൻഡിൽ. അത് ശരിയാവേണ്ടായപ്പോൾ ഞാൻ തന്നെ ഒരു ഹാൻഡിൽ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അത് ശരിയായി. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യണത്. മീററ്റിൽ നിന്നെത്തിക്കുന്ന വില്ലോ മരം 3 മണിക്കൂർ കൊണ്ട് ഉശിരൻ ബാറ്റായി മാറും. ബാറ്റിന്റെ പിടി സിംഗപ്പൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരിനം ചൂരലാണ്. പ്രതിവർഷം 1500-ലേറെ ബാറ്റുകളാണ് നിർമ്മിക്കുന്നത്. വിദേശത്തേക്ക് കയറ്റുമതിയുമുണ്ട്. ബാറ്റ് തയ്യാറാക്കാന്ന് വെച്ചാൽ ഓരോ പ്ലെയേഴ്സ് നമുക്ക് വിളിച്ച് പറയും, അവർക്ക് ഇന്ന ആവശ്യം എന്ന് പറയും. ആ ആവശ്യത്തിനനുസരിച്ച് അവരുടെ ബാറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ബാറ്റുകൾ സെറ്റ് ചെയ്യുക. ചില സമയത്ത് പ്ലെയേഴ്സ് നേരിട്ട് വരാറുണ്ട്, അങ്ങനെയും ചെയ്തു കൊടുക്കലുണ്ട്. മൈതാനങ്ങളിൽ AS സ്പോർട്സിന്റെ ക്രിക്കറ്റ് ബാറ്റുകൾ വെടിക്കെട്ട് തീർക്കുമ്പോൾ അനുരാഗിന് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ സേതുലക്ഷ്മിയും മക്കളായ അതുൽ കൃഷ്ണയും അതിഥിയും കൂട്ടിനുണ്ട്. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24 തൃശൂർ. ഈ സ്റ്റോറി കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഓരോ സംരംഭം പിറക്കുന്നതിൻ്റെ ആകസ്മികത. ഒരാൾക്കൊരു ബാറ്റ് കിട്ടുന്നു, പിന്നീട് അതൊരു ബിസിനസ്, ഒരു സ്ഥാപനമായി മാറുന്നു.